വെൽക്കം ബാക്ക് അഗൈൻ. ബിനു ആണ്. രാവിലെ തന്നെ അതുപോലെ ഞാനും ദാസപ്പുറം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കുമളി ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള കുമളിയിലാണ് ഉള്ളത്. അപ്പോൾ ഈ നേരെ കാണുന്ന വഴിയിലൂടെയാണ് പോകേണ്ടത്. ആ കാണുന്നതാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ ബൗണ്ടറി. അത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബൗണ്ടറി കേട്ടോ. അപ്പോൾ അവിടെ രണ്ട് തമിഴ്നാടിൻ്റെ ഉണ്ട്, കേരളത്തിൻ്റെ ഉണ്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഈ ചെക്ക് പോസ്റ്റ് താണ്ടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. വലിയ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ പോലും നമുക്ക് ചെക്ക് ചെയ്യേണ്ട വന്നാൽ അവർ ചെക്ക് ചെയ്യും. എന്നാലും നമുക്ക് പെർമിഷനോ കാര്യങ്ങളൊന്നും എടുക്കുകയൊന്നും വേണ്ട. ഇതാണ് അങ്ങ് നെടുന്നൂറിൽ കിടക്കുകയാണ് കേട്ടോ നമ്മുടെ കുമളിയുടെ ഒരു ടൗണിൻ്റെ ഒരു ഭാഗം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ഇനി കമ്പത്തോട്ടാണ് നമ്മൾ ഇനി കാഴ്ചയിൽ മുഴുവൻ. അപ്പോൾ നമ്മളങ്ങനെ തമിഴ്നാട് ചെക്ക് പോസ്റ്റും കേരള ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് പ്രവേശിച്ചു കേട്ടോ. ഇനിയാണ് നമ്മുടെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ തമിഴ്നാട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പം ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ കൊട്ടാരക്കര, ശബരിമല, കോട്ടയം, കുമളിയുടെയൊക്കെ ഒരു ബോർഡ് കിട്ടുന്നുണ്ടോ ഈ കമാറുന്നത്. ഈ കിടക്കുന്നതെല്ലാം തമിഴ്നാടിൻ്റെ ബസ്സുകളാണ് കേട്ടോ. ഈ തമിഴ്നാട്ടിലേക്കുള്ള ബസ്സാണ് ഈ കിടക്കുന്നില്ല. ഈ തിരുച്ചിയും തേനിയും കമ്പും മധുരയ്ക്കൊക്കെ കിടക്കുന്ന ബസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോകാം. അതായത് ധാരാളം കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കടകളൊക്കെ അവർ മാറ്റി. എടുത്ത് എൻ്റെ ബൈക്ക് അതോ ഇവിടെയൊക്കെ ബൈക്ക് വെക്കാൻ പറ്റത്തില്ല കേട്ടോ. അതൊക്കെ വെച്ചാൽ ബസ് വന്ന് തിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ നമുക്ക് മുന്നോട്ട് പോകാം. ദാസപ്പനെ ഇവിടുന്ന് മാറ്റിയേക്കുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ 100 ബസ്സുകൾ കിടപ്പുണ്ട് കേട്ടോ. ഈ കുമളി ബസ് സ്റ്റാൻഡ്, കുമളിയിലോട്ടുള്ള ബസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈലാൻഡാണ് കിടക്കുന്നത്. ഇവിടെ ബസ് സ്റ്റാൻഡ് ഇല്ല. എന്നാലും ഇവിടെയൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. നല്ല പച്ചപ്പാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടുത്തെക്കാട്ടും കേരളത്തെക്കാട്ടിലും ഇവിടെയാണ് കൂടുതലും മഴ പെയ്യുന്നത് കേട്ടോ. ഇതൊരു തമിഴ്നാടിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ചെക്ക് പോസ്റ്റിന് എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് വിഷയമൊന്നുമില്ല കേട്ടോ. അവർ നമ്മളെ ഒന്നും പറഞ്ഞില്ല. നമ്മളിങ്ങനെ നേരെ, പക്ഷേ നല്ല പച്ചപ്പാണ് നിൽക്കുന്നത്, നല്ല വഴികൾ. അപ്പോൾ താഴോട്ടൊക്കെ ചെല്ലുന്നവരുണ്ടല്ലോ നല്ല കാഴ്ചകളായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഒരു തമിഴ്നാടിൻ്റെ വണ്ടിയിൽ കയറി വരുന്നതുകൊണ്ട് കേട്ടോ. പിന്നെ ദിവസം നല്ല തിരക്കുള്ളൊരു റോഡാണ് കേട്ടോ. ഇത് കുമളി തമിഴ്നാട് അല്ലെങ്കിൽ കേരള തമിഴ്നാടിനെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് കേട്ടോ. കാരണം വെച്ചാൽ തിരുവനന്തപുരവും കൊട്ടാരക്കരയും ശബരിമലയ്ക്കൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. എന്നാലുണ്ട് ഈ റോട്ടിലൂടെ ഒന്ന് വണ്ടി ഓടിച്ച് പോകുക എന്ന് പറഞ്ഞല്ലോ നല്ലൊരു വൈബാണ് കേട്ടോ. കാരണം വെച്ചാൽ നല്ല തണുപ്പാണ് കേട്ടോ. വാനരന്മാരിക്കുന്നുണ്ട്. വീട്ടിൽ പോറാ ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പം ഇവിടെ നല്ലൊരു അമ്പലം ഉണ്ട് കേട്ടോ. ഈ വരുന്ന വഴിക്ക് തന്നെ എല്ലാം സെറ്റാണ് കേട്ടോ. നല്ല അടിപൊളി ആണ്. നമുക്ക് ഇവിടെയുണ്ട് കുറേ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ. എന്നാ നല്ല ഭംഗിയാണ് നോക്കി ഇവിടെ നിന്ന് കാണുന്ന ഈ കാഴ്ചകൾ. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ വേറൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടികളൊക്കെ വരുന്നത് റോങ്ങൊക്കെ കയറി വരുന്ന കേട്ടോ. വെച്ചാലൊക്കെയാണ് വരുന്നത് കേട്ടോ. പുറകെ ഓണടിച്ച് വരുന്നുണ്ട് ഒരു ബസ്. നല്ല ബസ് എന്നാലും കേട്ടോ. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോണ്ടല്ലോ നല്ല ഇടുക്കാച്ച് സൂപ്പർ വഴിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആലപ്പുഴയൊക്കെ പോയപ്പോൾ ആലപ്പുഴ ഭാഗത്തൊക്കെ നല്ല വഴികളാണ്. നല്ല റബ്ബറൈസ് റോഡ്, നല്ല സൂപ്പർ റബ്ബറൈസ് റോഡായിരുന്നു. നമ്മുടെ ഇടുക്കി ജില്ല മാത്രമേ ഉള്ളൂ ഏതാനും കുറച്ച് ഭാഗങ്ങളിൽ ഇങ്ങനെയൊക്കെ വഴിയൊക്കെ മോശമായിട്ട് കിടക്കുന്നു കേട്ടോ. അടിപൊളി പ്ലേസാണ് കേട്ടോ. നല്ല അടിപൊളി കാണാൻ പറ്റിയ സ്ഥലം. നല്ല വനമാണ് കേട്ടോ. മൊത്തം ഇല്ലിത്രുവാണ് കേട്ടോ. അപ്പോൾ വണ്ടികൾ ഇന്നത്തെ ദിവസം ഒഴുകുവാണ്. ഈ കാണാൻ നല്ല ഇല്ലിത്രുവാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. കാരണം അവിടെ ഇഷ്ടംപോലെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ കയറുന്നില്ല. കയറി കഴിഞ്ഞാൽ വിഷയമാണ് കേട്ടോ. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. നമുക്ക് ഇതിലെ വരുന്നവരുണ്ടല്ലോ വേണ്ട, ഇവിടുന്ന് നമ്മൾ താഴെ കമ്പംമെട്ട് വരെ കുമളി ചെക്ക് പോസ്റ്റിൽ നേരെ നമ്മൾ ഇവിടെ കമ്പം വരെ നമുക്കൊന്ന് യാത്ര ചെയ്താൽ മതി. നമുക്ക് മനസ്സിന് കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്നും വേറെ ലെവലാണ്. കാരണം ധാരാളം വണ്ടികളും, പക്ഷേ സൂക്ഷിച്ച് പോകണം കേട്ടോ. നല്ല ഫുഡും കഴിച്ച് നല്ല രീതിയിൽ ഒരു ദിവസത്തെ വൺ ഡേ ട്രിപ്പ് പോയാൽ മതി. നല്ല അടിപൊളി നല്ല പച്ചപ്പാണ് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ മഴ പെയ്തിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഇന്നലെയൊക്കെ ഇവിടെ മഴ പെയ്തെന്ന് തോന്നുന്നു കേട്ടോ. നല്ല നനവുണ്ട്. വഴിയൊക്കെ കാണാൻ അടിപൊളി. ഫോണടിച്ച് പോകുന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നാലും നമ്മൾ വേറെ സൈക്കിൾ ബെല്ല് നമ്മുടെ ദാസപ്പനെ ഇതുണ്ടോ വെച്ചിട്ടുണ്ട്. അവിടെ വലിയ വിഷയമുള്ള കേസില്ല.
നല്ല വഴിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലോട്ട് യാത്ര ചെയ്യുന്ന മലയാളികളാണ് കേട്ടോ. ഒരുപാട് ബിസിനസ് ആവശ്യങ്ങൾക്കും അതുപോലെ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും പച്ചക്കറി ആണെങ്കിലും മീനെടുക്കാനാണെങ്കിലും എല്ലാം ഇതിൽ കയറിയ ആൾക്കാർ വരുന്നതുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ബിസിനസ്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ പകുതി ബിസിനസ്സുകൾ നടത്തുന്നത് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ ബിസിനസ് നടത്തുന്നത് കേട്ടോ. രാവിലെ കാണുന്ന വാളാണല്ലോ, വണ്ടി നിർത്തി ചുമ്മാ വാള് വെക്കുക. പിന്നെ നമുക്ക് കാണുന്ന ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്ക് വിദൂര കാഴ്ച ഒരു പ്രദേശം മുഴുവൻ മഞ്ഞച്ച് കിടക്കും കേട്ടോ. നല്ല മഞ്ഞച്ച്. അത് കാരണം വെച്ചാൽ വിഷുക്കുണിക്കൊന്നയാണ് പൂത്ത് നിൽക്കുന്നത് കേട്ടോ. വണ്ടിയൊക്കെ അങ്ങോട്ട് ഇതിലെ പോകുന്ന വണ്ടികളൊക്കെ കയറ്റുന്ന ലോഡ് കഴിഞ്ഞ ദിവസത്തെ ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഒരു പിക്കപ്പൊക്കെ കൊള്ളുന്ന രീതിയിലുള്ള ലോഡാണ് കയറ്റുന്നത്. അപ്പോൾ ഇവിടുത്തേക്ക് ഉണ്ടല്ലോ അതിന് സമ്മതിച്ചു കൊടുത്തു. ഇവിടെയുള്ള വീടുകാരെ സമ്മതിക്കുക. എന്താണല്ല ഇതിങ്ങനെ നല്ലൊരു ഒടിഞ്ഞു കുത്തിയുള്ളൊരു ചുരമാണ് കേട്ടോ. എന്താ ഭംഗിയുണ്ടോ, വണ്ടികളൊക്കെ വരുന്നുണ്ടോ, നല്ല അടിപൊളി ചുരമാണ് കേട്ടോ. കേട്ടോ വിഷുക്കണിക്കൊന്നും നിൽക്കുന്നതല്ലോ മഞ്ഞച്ച്. അയ്യോ എന്താ പൊന്നെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ യാത്രയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ ഇതിലെ കുമ്പളി ചെക്ക് പോസ്റ്റ് നേരെ കമ്പം വരെ ഒന്ന് പോവുള്ളൂ. അവിടുത്തെ കാഴ്ചകളൊക്കെ വേറെ ലെവലാണ്. അടിപൊളി ഒരു വരവുണ്ടോ, സെറ്റല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നേ ദിവസം നല്ലൊരു തിരക്കാണ് കേട്ടോ ഈ റൂട്ടിൽ. ഇപ്പോൾ നമ്മളുണ്ട് ഇവിടെ ബസ്സുകളുടെ ഒരു കൂമ്പാരമാണ് ഉണ്ടോ. നമ്മുടെ ഒരു KSRTC ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെയല്ല ഇവിടെ വരുമ്പം നമുക്ക് കാണാൻ പറ്റുന്നൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ച, പാകമല്ല ഒരു കാഴ്ച. റൈഡർ പ്രേമി എങ്ക പക്കത്തുള്ള വീട് കേരളാവില തമിഴ്നാടില്ല വീട് കൂടുതലൂർ. അപ്പോൾ എങ്ക പറഞ്ഞ കുമളി. ശരി ഇവിടെ ഒരു കാഴ്ചയുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ മുല്ലപ്പെരിയാറ്റിൽ നിന്ന് വെള്ളം തമിഴ്നാട്ടിലോട്ട് കൃഷി ആവശ്യങ്ങൾക്ക് കൊണ്ടുവന്നാണ് കേട്ടോ. അത് നമുക്കൊന്ന് കാണാം കേട്ടോ. എന്നാലും നോക്കിയേ എന്താ ശക്തിയിലെ വെള്ളം ഒഴുകും നോക്കിയേ. വർഷകാലം ആകുമ്പോൾ ഇതിൽ ശരിക്കും വെള്ളം ഒഴുകും കേട്ടോ. ഈ വെള്ളത്തിൻ്റെ ഒരു കാഴ്ച നോക്കി എന്താ അല്ലേ, ഇങ്ങനെ ശക്തിയിലുള്ള കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതിലും ശക്തിയായിട്ട് വെള്ളം ഒഴുകുന്നതാണ്. നേരെ പോകുന്ന ലോർ ക്യാമ്പിലേക്കാണ് വെള്ളം ഒഴുകി പോകുന്നത് കേട്ടോ. അവിടെ നേരെ ഒഴുകി കൃഷി ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത്. നല്ലൊരു ടേണിംഗ് ആണ്. ഇവിടെ വണ്ടി അത് നിർത്താൻ പറ്റില്ല. നമുക്ക് നാസപ്പുരം കൂട്ടി നമുക്ക് നമ്മുടെ കാഴ്ചയിലിട്ട് പോകാം. ഇതിൽ ഇഷ്ടം പോലെ വണ്ടിയുണ്ട് കേട്ടോ ഇന്ന ദിവസം. കാരണം ഇപ്പം സമ്മർ കോച്ച് എന്താ ഭംഗിയല്ലേ. കണ്ടോ ഇതിലെ നല്ല പുഴയുടെ ഒരു ശക്തിയിലാണ് വെള്ളം ഒഴുകുന്നത് കേട്ടോ. ആ ഒഴുകുന്ന വെള്ളം മുഴുവൻ ഇതിലെ ഒഴുകിയാണ് പോകുന്നത്. ചാടി 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 എന്താ വൈബ് നമ്മുടെ മോനെ. അപ്പോൾ നമുക്ക് ഇതിന് ഈ വനത്തിനുള്ളിലേക്കൂടെയൊക്കെ കയറാൻ പറ്റുമെന്ന് അടിപൊളിയായിരുന്നു. പക്ഷേ കയറാൻ പറ്റത്തില്ല കേട്ടോ. ഫോറസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ അവരെഴുതുന്ന കേസ് എന്താണെന്ന് പോലും നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ചെന്നാണെങ്കിലും ഇതിലുള്ള വരവ് കേട്ടോ. മലയാളത്തിൽ പറഞ്ഞ് കുരങ്ങന്മാരോട് മലയാളത്തിൽ പറഞ്ഞാലേ മറ്റാടി നമ്മളെ മുഖത്ത് കയറും. ഇത് തമിഴ് പറഞ്ഞാൽ കുഴപ്പമില്ല, തമിഴ്ക്കാരനാണ് വിചാരിച്ചോളും. അല്ലെങ്കിൽ നമ്മളെ കണ്ടാൽ ഒരു തമിഴ് ലുക്കാണ്. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട് രാവിലെ തന്നെ. നമ്മളെ കണ്ടപ്പോൾ ഓടിക്കുക. അതേ നമ്മുടെ ഒരു വണ്ടി വരുന്നുണ്ട്. എന്നാ വൈബാ നോക്കി നമ്മുടെ അല്ലേടാ തൂക്കറേ. കുരങ്ങന്മാരിന്നിങ്ങിരുന്ന് ഉറങ്ങും. ഓക്കെ ഉറങ്ങുമോ പേപ്പെടുത്തോ. ഇതിൽ പിള്ളേർ അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ക്യാമറ കണ്ടാൽ പോകും കേട്ടോ. ഇവിടെയൊക്കെ നിർത്തി എടുക്കണമെന്നുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയായിട്ടൊന്നും വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല കേട്ടോ. ഉണ്ടോ നല്ല വൈബാണ് കേട്ടോ. ഇവിടത്തേക്ക് മരങ്ങളൊക്കെ നിൽക്കുന്ന നോക്കി. എനിക്ക് വന്നാൽ ആ മരത്തിനല്ല ആ ഒരു പാറ താങ്ങി നിർത്തിയിരിക്കുന്നത് മരത്തിൻ്റെ ഒരു വേര്. ഇവിടെ നമുക്ക് അങ്ങനെ തമിഴ്നാടിൻ്റെ ഒരു ബസ് കേട്ടോ. ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ. കയറി വരുന്ന വരവ് കണ്ടോ, സെറ്റല്ല, അടിപൊളി സൂപ്പർ. എനിക്ക് തോന്നുന്നേ ഏറ്റവും കൂടുതൽ കൃഷിയിടങ്ങൾ കൂടുതലുള്ള നമ്മുടെ കേരളത്തെക്കാട്ടും തമിഴ്നാട്ടിലാണ് കേട്ടോ. കേരളത്തിൽ എന്ത് കൃഷിയുണ്ടോ ആ കൃഷി തമിഴ്നാട്ടിലും ഉണ്ട് കേട്ടോ.
ഇവിടെ നമ്മൾ വിദൂര കാഴ്ച ഞാൻ പറഞ്ഞില്ല, മൊത്തം കണിക്കൊന്നയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലാണ് എനിക്ക് തോന്നുന്നത് വിഷു കൂടുതൽ ആഘോഷിക്കും. പക്ഷേ ഇവിടെ നിൽക്കുന്ന ഈ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട്, എന്തോരം നിൽക്കുക, അത്ര മഞ്ഞച്ച് മുഴുവൻ നിൽക്കുന്ന മൊത്തം കണിക്കൊന്നയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പോകാം. ഒരു 10 മിനിറ്റ് നിർത്തിയുള്ളൂ കേട്ടോ. അപ്പോഴേ കുരങ്ങന്മാർ ചാടി ബൈക്കിൽ കയറാൻ നോക്കുക. അപ്പോൾ സൂക്ഷിച്ചിരിമാർ നമ്മുടെ എല്ലാം വച്ചുവെച്ചിന് പോകും കേട്ടോ. സെറ്റ് ഇരിക്കുന്നുണ്ടോ? ഇരിക്കുന്നുണ്ടോ? വേണ്ടാ കാലം ഒന്നും പോയി ചാപ്പിടില്ല. അയ്യോ കരിങ്കുരങ്ങും എല്ലാം ഇഷ്ടംപോലെ ഫാമിലി ഉൾപ്പെടെ ആയിട്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ വലിയ വിഷയം ഉണ്ടാകും. അവിടെ നമ്മൾ നിർത്തുന്നില്ല, നമ്മൾ നേരെ പോകുന്നു കേട്ടോ. ഇവിടെ ഒരു വണ്ടിയൊക്കെ കഴുകാൻ പറ്റുന്ന സൈസിൽ പ്ലേസാണ് കേട്ടോ. ഇതൊരു ഫാമിലി കല്യാണത്തിൽ വന്നാടാ. ഇതൊരു ഫാമിലി ആയിട്ടാണോ. ഈ വെള്ളം വരുന്നത് മുല്ലപ്പെരിയാറിനാണ് കേട്ടോ. നമുക്ക് ഒരു കാഴ്ച കാണിക്കാം കേട്ടോ. നോക്കി തമിഴ്നാടിൻ്റെ വിദൂര കാഴ്ചകൾ എന്താണെന്ന് നോക്കി. സെറ്റല്ലേ, കുറേ വണ്ടിയില്ല ഓടിച്ച് വരുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുത്ത് പതിയെ അങ്ങ് പോവാം. വരുന്നവർ ഓണടിച്ച് വേണം പോകണം. നല്ല തമിഴ്ക്കാരാണെങ്കിൽ മുട്ടിക്കത്തില്ല, അല്ലാത്ത തമിഴ്ക്കാരാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് മുട്ടിച്ചിട്ടൊന്ന് പോകും പിടിച്ചു പറിക്കുന്നവരാണെങ്കിൽ. ആഹാ എന്നെ കാഴ്ച വിദൂര കാഴ്ച കണ്ടോ, മലനിരക്കുകൾ എന്തല്ല സെറ്റ്. അപ്പോൾ ഇതിലെ ഒരു 2-3 പ്രാവശ്യം ഞാൻ വന്നിട്ടുള്ളൂ. പക്ഷേ ഇത്രയും കാലമായിട്ട്. പക്ഷേ ഇതിലെ വരുന്നൊരു ഈ വേനൽക്കാലമായിട്ട് ഇതിലെ ഒരു പച്ചപ്പ് നല്ല വളവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓണിടിച്ച് ന്യൂട്രലിലാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്ധനവും ഇലക്ട്രിക്കലും ചാർജ് എല്ലാം ലാഭിക്കാൻ വേണ്ടി നമുക്ക് വേണം പോകാൻ കേട്ടോ. അതിന് നമ്മൾ ബെല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ആഹാ പിള്ളേരാണ് കേട്ടോ. പിള്ളേരിങ്ങനെ അടിച്ച് പൊളിച്ച് പോവുകയാണ്. ഹെൽമെറ്റ് പോലും ഇല്ല, അടിച്ച് പൊളിച്ച് പോവുകയാണ്. നല്ല വളവാണ് കേട്ടോ. നല്ല രസമാണ് ഇതിൽ പോകാൻ കേട്ടോ. നല്ല യാത്ര. അവരാസ്വദിച്ച് എൻജോയ് ചെയ്താൽ പോകുന്നവർ. അത് കേരള വണ്ടിയാണ്, പക്ഷെ പിള്ളേർ തമിഴ് പിള്ളേരാണ് കേട്ടോ. ഓഹോ അങ്ങ് നെട്ടുനൂറിന് കിടക്ക് വേണം കേട്ടോ. നമ്മുടെ കമ്പം തേനി ഹൈവേ, അതായത് കുമ്പളി തൊട്ട് ഇപ്പോൾ ഇറങ്ങുന്ന മൊത്തം ചുരമാണ് കേട്ടോ. അടിപൊളി, എന്താ വൈബ്. നല്ല നെടുന്നൂറിനാണ് കിടക്കുന്നത്. നല്ല ഇങ്ങ് വരെ നോട്ടറടിച്ച് എങ്ങും പോരാൻ കേട്ടോ. പെട്രോളും ലാഭമുണ്ട്. പക്ഷെ നമ്മുടെ ഇത് കാർബറേറ്റർ വണ്ടിക്കേ പറ്റുള്ളൂ കേട്ടോ. ABS വണ്ടിക്കൊന്നും പറ്റത്തില്ല. അടിപൊളി കണ്ടോ, നല്ല സെറ്റാണ് കേട്ടോ. അവരെ പറഞ്ഞാൽ പോകാൻ ഇത് കണ്ടോ. ഇതാണ് നമ്മുടെ ഫെൻ സ്റ്റോക്ക് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് വെള്ളം കൊണ്ടിരുന്നതാണ് കേട്ടോ. അതായത് മുല്ലപ്പെരിയാറിന് വെള്ളം കൊണ്ടിരുന്ന തമിഴ്നാട്ടിലോട്ട് വെള്ളം കൊണ്ടുവന്നൊരു ഇതാണ് കേട്ടോ. നമ്മളങ്ങനെ അതിലാണ് വന്നത് കേട്ടോ. നമ്മൾ കുമളി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഏകദേശം നമ്മളൊരു 4-5 കിലോമീറ്റർ ഉള്ളിലോട്ട് പോന്നു കഴിയുമ്പോൾ ഒരു 3 ടേൺ കഴിയുമ്പോൾ, അതായത് നല്ല വളവ് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടം നിറഞ്ഞൊരു വളവായിരുന്നു കേട്ടോ ഇത്. അപ്പം ഇവിടെ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു ചാപ്പലുണ്ട്. അപ്പോൾ വരുന്ന ഭക്തരെല്ലാം മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒരു തീ കത്തിച്ച് അല്ലെങ്കിൽ ഒരു നേർച്ച ചേർന്നിട്ട് പോകും കേട്ടോ. വിളിച്ചാൽ വിളിപ്പൂർത്താണ് ഇവിടുത്തെ വേളാങ്കണ്ണി മാതാവ് അമ്മ കേട്ടോ. അതിനെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കയറിയാണ് ഇങ്ങനെ വരുന്നത്. നല്ലൊരു ചുരമാണ് കേട്ടോ. വഴി തന്നൈ മാതാപ്പള്ളി എന്നാണ് ഈ പള്ളിയുടെ പേര് കേട്ടോ. എന്നാലും ഭയങ്കര ഒരു ആൽമരം പോലത്തെ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ദാസപ്പൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ദാസപ്പനെ ഇട്ടിച്ച് മാട്ട കയറ്റി KSRTC കാറുകാരനായാലും കൊട്ടമാണ്. അവിടുന്ന് ഓണടിച്ച് കയറുന്നത്. പോട്ടെ. ഞാനിവിടെ നല്ല ട്രെയിനിങ് ആണ്. സൂക്ഷിച്ച് വന്നില്ലെന്ന് വിഷയം എന്താണെന്ന് അറിയാമല്ലോ. ഉണ്ടോ ഇവിടെ വരെ വന്നത്, ദാസപ്പൻ്റെ അടുത്ത് വരെ വന്ന് നിന്നോട്ടോ. അത് അവന് വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പള്ളിയിൽ കയറി തൊഴുതു, ചെറിയൊരു വീഡിയോ എടുത്തു, നേർച്ച കിട്ടു, നമ്മൾ പോവുകയാണ് കേട്ടോ. നല്ല ഗംഭീര കാഴ്ചയാണ് കേട്ടോ.
നമ്മുടെ പെൻസ്റ്റോക്ക് പൈപ്പാണ് കേട്ടോ. നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടിരുന്നത്, തമിഴ്നാട്ടിലോട്ട് വെള്ളം കൊണ്ടിരുന്നതാണ് കേട്ടോ. ഒരിക്കലും നമുക്കിതിൽ വന്നു കഴിഞ്ഞാൽ ബോറടിക്കത്തില്ല കേട്ടോ. ഇവിടുത്തെ ഈ കാഴ്ചയും സൗന്ദര്യം. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ തരേശ് ഭൂമിയല്ല കേട്ടോ, തരേശ് വെയിലാണ്, നല്ല ചൂടുമാണ്. ഇപ്പോൾ രാവിലെ ഏകദേശം 10 മണിയായി കേട്ടോ. ഈ 10 മണി ആയതുകൊണ്ടാണ് ഇവിടെ ചൂടില്ലാത്തത്. അല്ലേണ്ടല്ലോ ചൂടിൻ്റെ ഗംഭീരമാണ്. എന്നപോലെ ഉണ്ടോ ഇവിടെ ഇഷ്ടം വഴിയൊക്കെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഈ കുപ്പി വറക്കാൻ അതൊക്കെ ആയിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരെ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. നമ്മളെപ്പോലെ മലയാളികളൊന്നും ചെയ്യത്തില്ല. ഒരു വണ്ടി നിർത്തി വണ്ടിയിലാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം പറിക്കാൻ പോകുന്നത് കേട്ടോ. കേട്ടോ നല്ല അടിപൊളി തേക്ക് മരം നിൽക്കുന്നുണ്ടോ. മൊത്തം തേക്ക നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ, തേക്കൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുക, ഇതും സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതാണ്. എനിക്ക് വന്നൊരു 10-250 അടി ഉയരത്തിൽ നിൽക്കുന്ന തേക്ക് മരങ്ങളൊക്കെ ഒറ്റ മരത്തിൽ. പക്ഷേ എല്ലാ ടേണിലും നല്ല നല്ല കണ്ണാടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കറക്റ്റായിട്ടുള്ള സിഗ്നൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓൺ അടിക്കരുത്, വണ്ടി നിർത്തരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിർത്തിക്കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ വാനരന്മാർ അമാർ വന്ന് മൊത്തം വലിച്ചു പറിക്കും. പ്രാവശ്യം നമ്മൾ വന്നതാണ്, നമ്മുടെ ക്യാമറയും ബാഗ് കഴിച്ച് മാറ്റിപ്പോയി. പിന്നെ നമ്മൾ ഏകദേശം 10-20 രൂപയുടെ ഒരു പെപ്സി ബോട്ടിൽ മേടിച്ച് കാണിച്ചതിന് ശേഷമാണ് അവൻ നമ്മുടെ ബാഗ് തന്നിട്ടുള്ളത് കേട്ടോ. അതായിരുന്നെങ്കിൽ പോയേനെ, നല്ലൊരു ശതമാനം പൈസയെ പോയേനെ. ആഹാ, ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് ഇനിയിപ്പോൾ നേരെ ലെവലായിട്ടുള്ള റൂട്ടാണ് ഇറങ്ങി ചെല്ലുന്നത് കേട്ടോ. ആണെന്ന് എനിക്ക് തോന്നുന്നു. അതെ കണ്ടോ, കണിക്കൊന്ന ഇതുണ്ട്. കണിക്കൊന്ന നല്ല മഞ്ഞച്ച്, അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ എനിക്കൊന്നും കണിക്കൊന്നകളൊക്കെ കുറവാണ്. വിഷുവിന് മാത്രം ആണ് ഈ കണിക്കൊന്നയെ ആശ്രയിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെയുണ്ട് കേട്ടോ, ഇവിടെ ഒരു അമ്പലമാണ്. അമ്പലത്തിലെന്തോ കൊച്ചിനെന്തോ ചോറുടുപ്പോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്കെന്നാൽ ഇവിടെ നമുക്ക് ഇറങ്ങി നോക്കാം. ആഹാ, നമ്മുടെ തമിഴ്നാട് RNTCയുടെ വരവുണ്ട്. എന്താ സെറ്റപ്പ് അല്ലേ. അപ്പോൾ നമുക്കങ്ങനെ മുന്നോട്ട് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. എന്നാലും സെറ്റാണ് ഇവിടുത്തെ ഇവിടെ നമുക്കൊരു ക്ഷേത്രം ഉണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോഴാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ സ്വന്തം RNTCയുടെ ഒരു വരവ് കേട്ടോ. ഇവിടെ നിൽക്കുന്ന മരത്തിൻ്റെയൊക്കെ വലിപ്പമുണ്ട്. നിൽക്കുന്നതെല്ലാം തേക്കാണ് കേട്ടോ. നല്ല തേക്ക് മരങ്ങൾ, നല്ല പാറക്കെട്ടും കാര്യങ്ങളും. ഉള്ളിലോട്ടൊന്നും ഇറങ്ങുന്നില്ല, ഉള്ളിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു വിഷയമാണ് കേട്ടോ. ഫോറസ്റ്റിൻ്റെ അനുമതിയില്ല, ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു നമുക്ക് ഇങ്ങോട്ട് നമുക്ക് നോക്കാം. സെറ്റാണ്. ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് ഈ ഒരു പ്രതിഷ്ഠ ഇരിക്കുന്നത് കേട്ടോ. ഈ മരം കാണാൻ തന്നെ ഒരു വൈബാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി മുന്നോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് അങ്ങോട്ട് ചെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാൻ കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഒക്കെ ഒരു കാഴ്ച നമുക്ക് ഇവിടെ വലിക്കുന്ന വലിയ വലിയ പൂശാരിമാരായിരിക്കുന്നു കേട്ടോ. നമുക്കങ്ങ് ചെല്ലാൻ പറ്റത്തില്ല. ഓ എൻ്റെ ദൈവം തമ്പുരാനെ, ഇവിടെ ഒന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ഒരു 10 മിനിറ്റ് കൂടുതൽ വണ്ടി വെക്കാൻ പറ്റില്ല കേട്ടോ. വണ്ടി വെച്ച് കഴിഞ്ഞാൽ അന്നേരം വരും കുരങ്ങന്മാർ. കാരണം എന്ന് വെച്ചാൽ സൈലൻസറെ പിടിക്കുകയില്ല. മാക്ക് എല്ലായിടത്തെല്ലാം കയറി കിടന്നമാർ അർമാദിക്കും. ചിലപ്പോൾ ഇമാർ നാശകോശങ്ങൾ വരുത്തിക്കളയും. സൈലൻസറെ ഒന്ന് പിടിക്കുന്നവർ ഓടിക്കോളും. കാരണം പഴുത്തിരിക്കുന്ന സൈലൻസറല്ലേ. താഴോട്ടെല്ലാം നല്ല സെറ്റ് വനമാണ് കേട്ടോ. മൊത്തം തേക്കും കൂപ്പുകളാണ്. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ലൊരു ചൂടുണ്ട് കേട്ടോ. അങ്ങനെയുണ്ടോ, മേളിക്കണ്ടോ നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ആയിട്ടുള്ള മലനിരകളാണ് കേട്ടോ. വണ്ടികളൊക്കെ ചുമ്മാ ഒഴുകാണ് കേട്ടോ. ആള് എന്തോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഓടുവാണ് കേട്ടോ. നല്ല സെറ്റാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരു ദിവസം 1 ഡേ ട്രിപ്പ് വന്നിട്ടുണ്ടല്ലോ, ശരിക്കും എൻജോയ്മെൻറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചിട്ടുണ്ടല്ലോ, തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണവും കഴിച്ച് നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ, വലിയ കോസ്റ്റ്ലി നോക്കില്ല കേട്ടോ. ഒരു സാധാരണ നാടൻ ഫുഡ് കഴിച്ച് പോകുന്നില്ല. തമിഴ്നാടിൻ്റെ തനിമയിലുള്ള നാടൻ ഫുഡ് കഴിച്ച് നമുക്ക് പോകാം. അങ്ങോട്ടൊക്കെ വഴിയിലുണ്ട് കേട്ടോ. അങ്ങോട്ട് നമുക്കൊന്നും കയറാൻ പറ്റത്തില്ല. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മലയിലോട്ടാണ് കേട്ടോ. വേണം പെരിയാർ പവർ സ്റ്റേഷനാണ് കേട്ടോ. അങ്ങോട്ടൊന്നും പോകത്തില്ല നമുക്ക്. ഉണ്ടോ ഇവിടെ തന്നെയാണല്ലോ. നമുക്കൊന്ന് കയറി നോക്കാം. അതുപോലെ പാസോ കീസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാതെ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റാണ്, ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആംബുലൻസ് ആണ് കേട്ടോ. എന്നാലും നമുക്ക് ലോവർ ക്യാമ്പ് എത്തി. ലോവർ ക്യാമ്പിൽ നിന്നുള്ളൊരു കാഴ്ച നമുക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അടിപൊളി. ഇവിടെയാണ് നമ്മൾ തമിഴ്നാട്ടിലെ ഒരു നമ്മുടെ മലയാളികളുടെ ഒരു പരാജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടി കുണു ബമ്പല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വയറ്റിൽ എന്താ വിഷയമായിരിക്കും അറിയും.
ക്യാമ്പ് ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെ ഒരു ക്ഷേത്രവും ഒരു ആൽമരവും ഉണ്ട് കേട്ടോ. ഈ ആൽമരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പേടിയാവും. എൻ്റെ ക്യാമറയുടെ ഫ്രെയിമിൽ പോലും ഒതുങ്ങുന്നില്ല, അതുപോലത്തെ ഭയങ്കര ഒരു ആൽമരമാണ് കേട്ടോ. പിന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, വിശ്രമിക്കുന്ന ആൾക്കാർ. ഞാനും കുറച്ച് നേരം അവിടെ വിശ്രമിച്ച്. ഒരു ഏകദേശം സമയം ഇപ്പോൾ 11 മണിയായി. നല്ല ചൂടും പരവേശം ഉള്ളതിനാൽ ഞാൻ ഇവിടുന്ന് വീണ്ടും യാത്രയായി കേട്ടോ. പക്ഷെ എന്നാൽ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചയും ഭംഗി അതിമനോഹരമാണ് കേട്ടോ. വരുന്നവരൊക്കെ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് ഒത്തിരി ആൾക്കാരൊക്കെ ഇവിടുന്ന് പോകുന്നത്. പക്ഷെ എന്നാൽ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗി ആസ്വദിക്കാനും പറ്റും കേട്ടോ. അപ്പം ഇതിൻ്റെ പിന്നിൽ കാണുന്ന ഭാഗങ്ങളെല്ലാം നമ്മുടെ മലനിരകളാണ് കേട്ടോ. യാത്ര തിരിക്കാൻ നേരം നമ്മൾ കണ്ട ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഒരു കുപ്പി വെള്ളവും ഒരു കുപ്പി സ്പ്രൈറ്റും വാങ്ങിച്ചു കേട്ടോ. എന്നെ കണ്ടത് ആ കുട്ടി പെരക്കകത്തേക്ക് കയറിപ്പോയി. ആ കുട്ടിയുടെ മാതാവാണ് നമ്മൾ സംസാരിച്ച് നമുക്ക് സ്പ്രൈറ്റും വെള്ളവും തന്ന കേട്ടോ. എന്നാൽ പോലും നമ്മൾ നല്ലൊരു കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെയും ആൽമരത്തിൻ്റെയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിവിടെ മുല്ലപ്പെരിയാർ ഡാം സ്ഥാപിച്ച നമ്മുടെ ജോൺ ബെന്നിക്കോക്കിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു മ്യൂസിയം. ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ തമിഴിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ, കുഞ്ഞൊരു ക്ഷേത്രം. ഇവിടുന്ന് ഏകദേശം 100-150 മീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മ്യൂസിയത്തിലോട്ടാണ് ചെല്ലുന്നത് കേട്ടോ. ഇവിടെ വേറൊന്നും കാണാൻ തന്നെയില്ല, ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ഫോട്ടോസുകളാണ് കേട്ടോ. പിന്നെ നല്ല അതിവിശാലമായ ഗാർഡനും ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ നടന്നു പോകുന്നത് വേപ്പ് മരത്തിൻ്റെയും ആൽമരത്തിൻ്റെയും അടിയിലൂടെയാണ് കേട്ടോ. നല്ല കുളിർമയും നല്ല തണുപ്പുമാണ്. പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അപ്പം അങ്ങ് വിദൂര കാഴ്ച ദാസപ്പൻ ഇരിപ്പുണ്ട്. എന്നാൽ പോലും ഈ ഗ്രൗണ്ടിൽ അതിവിശാലമായ പാർക്കിംഗ് ഏരിയ ഉള്ള ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. ഇന്നേ ദിവസം ധാരാളം വിനോദസഞ്ചാരികൾ വന്നിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഈ കാണുന്ന ഒരു വഴി ഫോറസ്റ്റ് ഓഫീസിലോട്ടാണ് കേട്ടോ. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ തമിഴ്നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം തമിഴിലും ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷാണെങ്കിൽ എങ്ങനെയെങ്കിലും മുക്കും തൂറിയും വായിക്കാം. അപ്പം നമ്മൾ നേരെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഇവിടുന്ന് കാണുന്നൊരു ഭംഗി വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ചെല്ലാം. ഇവിടുന്ന് കാണുന്ന ഒരു വൈബുണ്ടല്ലോ, എന്താ ഭംഗിയല്ലേ. അപ്പം ഈ കാണുന്ന ബെന്നിക്കോക്ക് സഞ്ചരിച്ച ബോട്ടാണ് കേട്ടോ. മുല്ലപ്പെരിയാർ ജലാശയത്തിലൂടെ സഞ്ചരിച്ച ഒരു ബോട്ട്. ഇത് കപ്പൽ കയറിയാണ് ഇവിടെ വന്നത്. പക്ഷെ അവിടുന്ന് കൊണ്ടുവന്ന ബോട്ടാണ് കേട്ടോ. അത് തനി ഇരുമ്പാണ് കേട്ടോ. പക്ഷെ ഇതിനെപ്പറ്റി ആർക്കും ഒന്നും അറിയത്തില്ല. ചിലർ പറഞ്ഞ ഇത് പത്തായം പറഞ്ഞു, പത്തായം. പക്ഷെ പത്തായം അല്ല കേട്ടോ, ഇതൊരു ബോട്ടാണ്. ബോട്ടായെന്ന് എനിക്ക് ഇത് മനസ്സിലായത് ഇതിനകത്ത് കുറേ ഫോട്ടോസുകളുണ്ട്. ആ ഫോട്ടോസിലാണ് എനിക്കിത് മനസ്സിലായത്. പക്ഷെ എന്നാൽ പോലും ഈ മ്യൂസിയത്തിൻ്റെ ഒരു കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. ഇപ്പോഴും അതിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു ഈ മ്യൂസിയത്തെ. അപ്പം ഇതിനകത്ത് ചെരുപ്പിട്ട് കയറാൻ പറ്റത്തില്ല. എന്നാലും ഈ ഒരു മ്യൂസിയം ഒരു ദൈവത്തെ പോലാണ്, ഒരു ക്ഷേത്രം പോലാണ്, ദൈവത്തെ പോലെ ഒരു ക്ഷേത്രം പോലാണ് ഈ മ്യൂസിയം ഇവിടെ കാത്തു സൂക്ഷിക്കുന്നത്. ഈ ബെന്നിക്കോക്കിൻ്റെ ജന്മദിവസം വരുമ്പോൾ ഇവരുടെ സന്തോഷം കൊണ്ട് പെരുന്നാളും ഉത്സവവും പോലാണ് ഇവരുടെ ആഘോഷിക്കുന്നത് കേട്ടോ. പക്ഷെ ഇതിൻ്റെയൊക്കെ ചുറ്റും ഇഷ്ടംപോലെ വിനോദസഞ്ചാരികൾ വന്നിരിപ്പുണ്ട് കേട്ടോ. നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇരിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണ്ട, നേരെ നമ്മൾ മുന്നിലോട്ടാണ് പോകുന്നത് കേട്ടോ. ചെരുപ്പൊക്കെ ഊരിയിട്ടേ ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിനകത്ത് കയറി ഇതിനകത്തെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് ഒന്ന് കാണാം. പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നല്ല തണുപ്പാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് നമുക്ക് കാണാനാവും. അപ്പം ഈ പാർട്ടിയാണ് കേട്ടോ ഈ ഇവിടെ എല്ലാം സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പാർട്ടിയാണ് നമ്മളോട് പറഞ്ഞ വീഡിയോ ഒക്കെ എടുത്തോ, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ട് നമുക്ക് പാർട്ടിയെ നമുക്കൊന്ന് കാണാം. അപ്പോൾ അതുതന്നെയല്ല, ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ജോൺ ബെന്നിക്കോക്കിൻ്റെ ഒരു സ്റ്റാച്ചു കേട്ടോ. കാരണം അപ്പം നല്ലൊരു രീതിയിൽ മ്യൂസിയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
കുമളി ചെക്ക് പോസ്റ്റ് മുതൽ നമ്മൾ ലോവർ ക്യാമ്പ് വരെയുള്ള വീഡിയോ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇവിടെ വന്നപ്പോൾ നമുക്ക് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം പണിത ആ സായിപ്പിൻ്റെ സ്റ്റാച്ചു ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കയറി നമ്മൾ കണ്ടു. ഇവിടെ വിശാലമായിട്ടുള്ള പാർക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഡാം നിർമ്മിച്ച അന്ന് സായിപ്പ് സഞ്ചരിച്ച ആ ബോട്ട് ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ബോട്ടിൽ നടന്നാണ് പുള്ളി അവിടെ മുഴുവൻ സന്ദർശിച്ചത്. അപ്പം അവിടെ ഉപയോഗിച്ച സാധനങ്ങൾ വരെ, അതാണ് സുർക്കി, മുട്ട, എന്താ പറയുക, കടുക്ക, ഇങ്ങനെയുള്ള കുറേ മിശ്രിതമെല്ലാം കൂട്ടിയാണ് ഡാം പണിതിരിക്കുന്നത് കേട്ടോ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നല്ല നല്ല കമൻറ്റുകൾ, നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റുകൾ പോരട്ടെ, എന്നാലേ എനിക്കൊരു എനർജി ഉണർവ് ഉണ്ടാകത്തുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ലല്ലോ. ബൈ.